ചില സിനിമകൾ നമ്മളെ വല്ലാതെ അങ്ങോട്ട് പിന്തുടരാറുണ്ട്. അതിന്റെ കാരണം അതേപോലെ ഒരു സംഭവം നമ്മുടെ ലൈഫിലും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാവും അല്ലേ? അതേപോലത്തെ കഥകൾ തന്നെയാണ് ട്യൂസ്ഡേ ഡയറീസ് എന്ന കൺസെപ്റ്റിൽ അൺടോൾഡ് സ്റ്റോറീസ് എന്നൊരു സീരീസ് ആയിട്ട് ഷമിൽ, അക്ഷയ എന്ന 2 കണ്ണൂർ സ്വദേശികളുടെ ലൈഫ് ചിത്രങ്ങളായിട്ട് വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചതും. അവരുടെ ജീവിതത്തിലെ കഥകൾ മാത്രമല്ല, ആ കഥകളൊക്കെ നമ്മളുടെയും കൂടി ജീവിതം തന്നെയായിരുന്നു അല്ലേ? എന്താണ് ആ വരയുടെയൊക്കെ പിന്നില്? ആർട്ടിസ്റ്റ് ഷമിലാണ് ഒപ്പമുള്ളത്. അപ്പൊ ഇത് ചെറുതിലെ തന്നെ വര പഠിച്ചിട്ടുണ്ടോ, അതോ ഇങ്ങനെ സ്വയം ചെയ്ത് പഠിച്ചതാണോ ഇതൊക്കെ? ഇല്ല, ഞാൻ വര പഠിച്ചിട്ടില്ല. ഇതൊക്കെ സ്വയം ചെയ്ത് പഠിക്കുന്നത്. പിന്നെ യൂട്യൂബിലും ഗൂഗിൾസിലൊക്കെ സെർച്ച് ചെയ്യും എങ്ങനെയൊക്കെയാണ് ഇപ്പം അപ്ഡേറ്റ് ആർട്ട് വേർഷൻസ് ഒക്കെ ഏതൊക്കെയാ വരുന്നതെന്നൊക്കെ നോക്കാറുണ്ട്. അപ്പം പറയുകയാണെങ്കിൽ അൺടോൾഡ് സ്റ്റോറീസ് അക്ഷുവിന്റെയും ഷമിലിന്റെയും ആ ഒരു കഥയായിട്ട് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മുഖം തന്നെയാണ് ഏകദേശം. അപ്പൊ അതിലേക്കൊക്കെ എങ്ങനെയാ വരുന്നത്? അപ്പോൾ എല്ലാ ദിവസവും ഓരോ ചിത്രങ്ങൾ വരച്ച് അവൾക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അത് അവളെ കുറച്ചുകൂടി എന്താ പറയാ, എന്നെ മിസ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നുമുണ്ട്. അതൊക്കെ കൊണ്ട് ഒരു സീരീസ് ആയി തുടങ്ങാം, അവൾക്കും കൂടി ഒരു ഇഷ്ടമാവല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പിന്നീട് മറ്റുള്ളവർ ഏറ്റെടുത്തു. ഞങ്ങളുടെ ലൈഫിലെ ഒരുപാട് മൊമെന്റ്സ് മറ്റുള്ളവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്കും ഒരു സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വരകൾക്കും കഥകൾക്കുമൊക്കെ ട്യൂസ്ഡേ ഡയറീസ് അൺടോൾഡ് സ്റ്റോറീസ്, അതാണ് അവരിട്ടിരിക്കുന്ന ടൈറ്റില്. അതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വൈറലായ അൺടോൾഡ് സ്റ്റോറീസിന്റെ വരക്കാരൻ കണ്ണൂർ സ്വദേശി ഷമിലാണ് ഒപ്പമുള്ളത്. ക്ലബ് FM 94.3 ജോഷ്നി വിത്ത് യു. പേരിടാൻ കാരണം ഞങ്ങളുടെ ലൈഫിൽ നമ്മൾ ആരോടും പറയാത്ത പല കഥകൾ ഇനിയും ഉണ്ട്. നമ്മുടെ ലവ് സ്റ്റോറി ഒന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് അൺടോൾഡ് സ്റ്റോറീസ്, അതിനകത്ത് US എന്നുള്ള ഒരു മീനിങ് കൂടി വരുന്നുണ്ട്. സോ നമ്മുടെ പറയാത്ത കഥകൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പലരും വിളിച്ചു പറയാറുണ്ട് ഇത് എന്റെ ലൈഫിൽ നമ്മളും ഫേസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും ആഫ്റ്റർ മാരേജ് ലൈഫിൽ സെയിം ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. ബട്ട് അത് എല്ലാവർക്കും പറയാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ചിത്രങ്ങളിലൂടെ മറ്റുള്ളവരെ കാണിക്കാൻ എനിക്ക് പറ്റുന്നത് കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ഡിജിറ്റലായിട്ടാണ് വരയ്ക്കുന്നത്. ചില നേരങ്ങളിലൊക്കെ എനിക്ക് കണ്ടന്റ് കിട്ടാതെ വരും. എടി നമ്മുടെ ലൈഫിലെ എന്തെങ്കിലും ഒരു നല്ലൊരു മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ ഞാൻ അവളോട് ചോദിക്കും. അപ്പൊ അവള് എന്തെങ്കിലുമൊക്കെ അവളും എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ കൂട്ടിച്ചേർത്ത് നല്ലത് മാത്രമാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വരക്കാറുള്ളൂ. എല്ലാത്തൊക്കെ നമ്മൾ ഒഴിവാക്കി കളയാറാ പതിവ്. അപ്പം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അൺടോൾഡ് സ്റ്റോറീസും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ അതെ, നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ലൈഫിലുള്ള എല്ലാ മൊമെന്റ്സും വരച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ നല്ലതൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനിയും ഇതുവരെ പറയാത്ത ഒരുപാട് കഥകൾ വരാനിരിക്കുന്നു. ആ കഥകളൊക്കെ നമ്മളുടേതും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ അൺടോൾഡ് സ്റ്റോറീസിനെ സോഷ്യൽ മീഡിയ 2 കൈ നീട്ടി സ്വീകരിച്ചത് അല്ലേ? കണ്ണൂരുകാരായ ഷമിലിനും അക്ഷയയ്ക്കും ആശംസകൾ. ജോഷ്നി വിത്ത് യു ഓൺ ക്ലബ് FM.